ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അക്കാര്യങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് പറയാനുള്ള സ്ഥിതിയായെന്ന് ഗായിക അമൃത സുരേഷ്. ഒരു റിയാലിറ്റി ഷോ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുമെന്ന് കരുതിയിരുന്നില്ല. അനുഭവിച്ച വേദനകൾ ചെറുതായിരുന്നില്ലെന്നും അമൃത പറഞ്ഞു. സഹോദരി അഭിരാമിക്കും മകൾ പാപ്പുവിനുമൊപ്പം ഗൃഹലക്ഷ്മിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമൃത. വിവാഹവും വിവാദവും അങ്ങനെ പലതുമായി എയറിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ ചെറുതായിരുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അവർ പറയുന്നത് അനുസരിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്പോഴും അവർ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കുകയാണ് ഉണ്ടായതെന്ന് അമൃത പറയുന്നു. വനവാസം 14 വർഷമാണെന്നാണ് പുരാണത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു വനവാസമായിരുന്നു ഞങ്ങളുടേതും. സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങളാണ് നേരിട്ടത്. മനസ്സ് മരവിച്ച അവസ്ഥയിലേക്ക് പോയി. ഡിപ്രഷന്റെ ഭീകരമുഖം കണ്ടു. എൻ്റെ തീരുമാനമായിരുന്നു അതിനൊക്കെ കാരണം. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നിൽ മാത്രം ഒതുങ്ങേണ്ടതായിരുന്നു. എന്നാൽ സംഭവിച്ചത് അങ്ങനെയായിരുന്നില്ല. അച്ഛനും അമ്മയും വരെ കുറ്റക്കാരാണെന്ന് ചിലർ വിധിച്ചു. വളർത്തുദോഷമാണെന്നായിരുന്നു പലരും പറഞ്ഞത്. ഇതൊക്കെ കേട്ട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുന്നിൽ മറുപടിയില്ലാതെ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവർക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കില്ലല്ലോ. അപ്പുറത്തു നിൽക്കുന്നവർ പറയുന്നതാണ് ശരിയെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നവരും കുറവായിരുന്നില്ല. അന്നൊക്കെ സോഷ്യൽ മീഡിയ തുറക്കാൻ ഭയമായിരുന്നുവെന്നും അമൃത പറയുന്നു. സഹിക്കാനാവാത്ത തരത്തിലുള്ള വെറുപ്പ് എനിക്കെതിരെയുണ്ടായി. എന്നാൽ മറുപക്ഷത്ത് എല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. അമ്മ ചീത്തയല്ലേ, എന്നിട്ടും എന്തിനാണ് അമ്മയോടൊപ്പം നിൽക്കുന്നതെന്ന ചോദ്യങ്ങൾ പാപ്പു കേൾക്കേണ്ടി വന്നു. നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ അവൾ വീട്ടിൽ വന്ന് കരച്ചിലായി. മമ്മി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടല്ലേ ഞാനിത് കേൾക്കേണ്ടി വന്നത് എന്നവൾ ചോദിച്ചു. അതോടെയാണ് പ്രതികരിക്കാൻ തുടങ്ങിയത്. അതായത് പ്രതികരിക്കാൻ ഊർജം തന്നത് പാപ്പുവാണ്. ഇത്തരം വിവാദങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് മനസമാധാനം മാത്രമല്ല അവസരങ്ങളും കൂടിയാണ് നഷ്ടമായത്. സിനിമയിൽ എന്നെ പാടിക്കരുതെന്ന രീതിയിലുള്ള പരോക്ഷമായ വിലക്ക് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് പാടി റിലീസ് കാത്തിരുന്ന സിനിമകളിൽ നിന്ന് പോലും ഞാൻ പാടിയ പാട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പാടാൻ വിളിക്കരുത്, അവസരം കൊടുക്കരുത് എന്നൊക്കെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നതായി പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല അഭിരാമിക്കും നഷ്ടമായി.